അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം വോട്ടിന്റെ ഒരു കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്, അത് LDF-നെതിരായിട്ടുണ്ട് തുടങ്ങിയ പ്രചാരണങ്ങൾ എങ്ങനെ കാണുന്നു? അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഒന്നും നടന്നിട്ടില്ല. അത് പൊതുവേ നടക്കുന്നൊരു പ്രചരണം മാത്രമാണ്. കേരളത്തിൽ മതനിരപേക്ഷ നിലപാട് ശക്തിയുക്തം സ്വീകരിക്കുന്ന ഗവൺമെന്റാണ് LDF എന്നാണ് പൊതുവെ ജനങ്ങൾ കാണുന്നത്. മതവർഗീയ കലാപമില്ലാത്ത നാടാണ് കേരളം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും തെലങ്കാനയിലൊക്കെ സംഭവിക്കുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ബുൾഡോസർ രാജാണ്. അവിടെയൊക്കെ ബുൾഡോസർ വെച്ച് വീടുകൾ തകർക്കുന്നതും നിലപാടുകൾ വരുന്നതൊക്കെ നമ്മൾ കാണുന്നു. കേരളത്തിൽ നേറ്റിവിറ്റി കാർഡ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇറക്കിയതുപോലെ എന്തുകൊണ്ട് കർണാടകയിലും തെലങ്കാനയിലും ഇറക്കാൻ തയ്യാറാവുന്നില്ല? പൗരത്വ നിയമത്തിന്റെ ഭാഗമായുള്ള രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന വിജ്ഞാപനം കേരളം പുറത്തിറക്കിയതുപോലെ എന്തുകൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റുകൾ ഇറക്കാൻ തയ്യാറാവുന്നില്ല? ഇതൊക്കെ ആളുകൾക്കറിയാം. എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. ഇടതുപക്ഷം മികച്ച വിജയം നേടും. യെസ്, ഇതോടെ എക്സിറ്റ് പോളുകളൊക്കെ BJP-യുടെ ഒരു വളർച്ച പ്രവചിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ കാണുന്നുണ്ട്? അല്ല, അത് നമുക്കറിയാലോ. മുമ്പ് എക്സിറ്റ് പോളുകളിൽ BJP വിജയിക്കുമെന്ന് കേരളത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട്. BJP ഇവിടെ ഒരു സീറ്റ് പോലും ജയിക്കാൻ വേണ്ടി പോകുന്നില്ല. 2016 കോൺഗ്രസിന്റെ സഹായത്താലാണ് നേമത്ത് BJP അക്കൗണ്ട് തുറന്നത്. 2021 തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തന്നെ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു, ഇത്തവണ നേമത്ത് BJP-യുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും, നിയമസഭയിൽ BJP-യുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ജനങ്ങൾ ആ നിലപാട് ഏറ്റെടുത്തു. BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചു. ഇത്തവണയും BJP-ക്ക് കേരളത്തിന്റെ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കോൺഗ്രസ് ഇതിലൊക്കെ എടുക്കുന്ന നിലപാട് BJP-ക്ക് സഹായകരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അവസാനമായ ഒരൊറ്റ ചോദ്യം കൂടി ശ്രീ PM മുഹമ്മദ് റിയാസ്, ഇൻ കേസ് LDF പ്രതിപക്ഷത്താവുകയാണെങ്കിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? അല്ല, അങ്ങനെ ഒരു സാങ്കല്പിക ചോദ്യത്തിന് മറുപടി പറയേണ്ട പ്രശ്നം വരുന്നില്ല. LDF പ്രതിപക്ഷത്ത് ഇരിക്കുന്ന പ്രശ്നം വരില്ല. LDF ഭരണം തുടരും. ശരി, വളരെയധികം നന്ദി ശ്രീ PM മുഹമ്മദ് റിയാസ്. താങ്കളുടെ തിരക്കിനിടയിലും മീഡിയ വണ്ണിനൊപ്പം ന്യൂസ് മോർണിംഗിനൊപ്പം സമയം ചെലവഴിച്ചതും താങ്കളുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പങ്കുവച്ചതും താങ്ക് യു സോ മച്ച്.